അപ്പൊ ഗൈസ് നമ്മുടെ സഞ്ജുട്ടയ്ക്ക് കാറിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി റോഡിലിറങ്ങി അപകടകരമായിട്ട് അഭ്യാസങ്ങൾ നടത്തി. അത് തെറ്റ് തന്നെയാണ്. അതിനെതിരെ ഫസ്റ്റ് വീഡിയോ ഇട്ട ആള് ഞാൻ തന്നെയാണ്. നിങ്ങൾക്ക് എന്റെ പ്രൊഫൈലിൽ കയറി നോക്കുമ്പോൾ അറിയാൻ പറ്റും. അത് വളരെ തെറ്റായ ഒരു കാര്യം തന്നെയാണ്. അതിനെതിരെ നടപടി എടുത്തു. അത് പോരാഞ്ഞിട്ട് അവൻ അതിനെതിരെയും വീഡിയോ ഇട്ട് റീച്ച് ഉണ്ടാക്കാൻ നോക്കി. അതിനെതിരെ ശക്തമായ നടപടി എടുത്തു. ഓക്കെ, ഇനഫ്. അതെനിക്ക് അവിടം വരെ കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. പിന്നെ ആജീവിനകത്ത് ലൈസൻസ് ഒക്കെ കട്ട് ചെയ്തു. അത് വേണമെങ്കിൽ സഞ്ജുട്ടയ്ക്ക് കോടതിയിൽ പോയിട്ട് വേണമെങ്കിൽ തിരിച്ചെടുക്കാം. അവിടം വരെയും കറക്റ്റാണ്. ഇപ്പൊ നമ്മുടെ ഗണേഷ് കുമാർ സാർ പറഞ്ഞേക്കുന്നത് യൂട്യൂബിന് കിട്ടിയ വരുമാനങ്ങളൊക്കെ അത് കള്ളപ്പണമാണെന്ന്. $US എങ്ങനെയാണ് കള്ളപ്പണമാകുന്നത്? അതിന് ടാക്സ് ഒക്കെ അടച്ചിട്ടല്ലേ അക്കൗണ്ടിൽ കയറുന്നത്. അത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ അത് തിരിച്ച് പിടിക്കുമെന്നൊക്കെ ഗവൺമെന്റ് എന്നൊക്കെ പറയുന്നുണ്ടെന്നൊക്കെ. എനിക്കത് അറിയില്ല. ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. ഇയാള് മദ്യപിച്ച് ലക്ക് കെട്ട് പോലീസുകാർ പിടിക്കുന്ന സമയത്ത് ഇയാൾക്കൊന്ന് നേരെ എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷനിലാണ്. മദ്യപിച്ച് അത്രയും ലക്ക് കെട്ടിട്ടാണ് പുള്ളി വണ്ടി ഓടിക്കുന്നത്. ഇയാൾ ആരെങ്കിലും ഇടിച്ചു കൊന്നാലോ? ഇയാളുടെ ലൈസൻസ് ആണ് ആദ്യം എന്താ കട്ടാക്കണ്ടെങ്കിൽ ഇവനെ പോലെയുള്ള വണ്ടി ഓടിക്കുന്നവരെ. എനിക്കറിയില്ല ഇയാളുടെ ലൈസൻസ് കട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും അതിനെക്കുറിച്ചുള്ള അപ്ഡേഷൻസ് ഒന്നും മീഡിയാസിൽ വന്നിട്ടില്ല.